നമസ്കാരം. ലീഡ ഈസ് ജൂനിയർ വീക്ക്ലി ന്യൂസ് അവറിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക്. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ബുദ്ധിസ്റ്റ് ഉച്ചകോടി നവംബർ 5 ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും ചേർന്നുകൊണ്ട് രാജ്യത്തെ സമ്പന്നമായ സംസ്ഥാനങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നു. ക്യൂബയിൽ തുടർച്ചയായ 2 ഭൂചലനങ്ങൾ. റാഫേൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദ്വീപരാജ്യത്തെ ഇത് വലയ്ക്കുന്നത്. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ വിലക്ക് ഏർപ്പെടുത്തി ഓസ്ട്രേലിയ. ഭാവി ബഹിരാകാശ പദ്ധതികൾക്ക് പുത്തൻ ഉണർവേകി ലോകത്തെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റുമായി ജപ്പാൻ. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ജനങ്ങളിലേക്ക് വിവിധ ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്ട് ഭാഷിണിയുമായി ചേർന്ന് ഫെഡറൽ ബാങ്ക്. 3-ാം വയസ്സിൽ 1,555 എന്ന ഫിഡെ റേറ്റിംഗുമായി ഇന്ത്യൻ ബാലൻ അനീഷ് സർക്കാർ ചെസ് പ്രേമികളുടെ ഇടയിലേക്ക്. വാർത്തകൾ വിശദമായി. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക്. റിപ്പബ്ലിക്കൻ പാർട്ടി കാൻഡിഡേറ്റ് ആയിരുന്ന ട്രംപ് 312 ഇലക്ടോറൽ വോട്ടുകളോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 2024 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയിയായി ഡൊണാൾഡ് ട്രംപ് 2ാം തവണയും ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു. ട്രംപിന്റെ മുന്നേറ്റം കേവല ഭൂരിപക്ഷ സംഖ്യയായ 270 മുകളിലേക്ക് കടന്നിരിക്കുകയാണ്. മുൻ വൈസ് പ്രസിഡന്റും ഇത്തവണത്തെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസിനെ പിന്തള്ളിക്കൊണ്ടാണ് ട്രംപിന്റെ ഈ മുന്നേറ്റം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാനേജ് ചെയ്യുന്ന ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനത്തേക്കാൾ ഏറെ വ്യത്യസ്തമാണ് US-ലേത്. 5 വർഷം എന്നതിന് പകരം 4 വർഷമെന്ന US പ്രസിഡന്റിന്റെ കാലാവധി തുടങ്ങി ഏറെ വിവാദമാകാറുള്ള ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ഇലക്ടറൽ കോളേജ് സംവിധാനം വരെ ഈ വ്യത്യാസങ്ങളിൽ ചിലതാണ്. US-ൽ ബാലറ്റ് പേപ്പേഴ്സ് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങൾ നിലനിൽക്കവേ ഇന്ത്യ പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് മാറിയതും പ്രധാനമാണ്. പുതിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ വരവ് ജിയോ പൊളിറ്റിക്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇനി ലോകം. ബുദ്ധമത പാരമ്പര്യത്തെ ഔന്നത്യത്തിലെത്തിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചു. സാംസ്കാരിക വകുപ്പിന്റെയും ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷന്റെയും നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് സമ്മിറ്റ് നടന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏഷ്യൻ രാഷ്ട്രങ്ങളെയും സംസ്കാരങ്ങളെയും നിലനിർത്താൻ ശ്രീബുദ്ധന്റെ ദർശനങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. ബുദ്ധമത സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് പാലിയിൽ പ്രവർത്തിക്കുക, ബുദ്ധകലയുടെയും പൈതൃകത്തിന്റെയും ചരിത്രപരമായ യാത്രയെ പരിപോഷിപ്പിക്കുകയും പങ്കിടുകയും ചെയ്യുക എന്നിവയാണ് ഉച്ചകോടിയിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ. ഏറെ കലുഷിതമായ ഇന്നത്തെ ഏഷ്യയിലെ സാഹചര്യങ്ങളോട് ഇന്ത്യ പുലർത്തുന്ന സമാധാന മനോഭാവമാണ് ഇതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇതോടെ സഹസ്രാബ്ദങ്ങളായി ബുദ്ധമത പൈതൃകത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഉച്ചകോടി വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ 10 സംസ്ഥാനങ്ങളുടെ പട്ടിക പുറത്തുവിട്ട് കേന്ദ്ര ഗവൺമെന്റ്. GSDPയുടെ അടിസ്ഥാനത്തിൽ പുറത്തുവിട്ട ഈ പട്ടികയിൽ മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കൂടുതൽ റിപ്പോർട്ടുമായി ഗൗരി നമ്മോടൊപ്പം ചേരുന്നു. ഗൗരി. ശ്രീലക്ഷ്മി, എനിക്ക് കേൾക്കുന്നുണ്ട്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ GDP എന്നതൊരു സമ്പദ് വ്യവസ്ഥയിലെ ഒരു വ്യക്തിയുടെ ഉൽപാദനത്തിന്റെ മൂല്യത്തിന്റെ അളവാണ്. മറുവശത്ത് GSDP എന്നത് മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തെ സൂചിപ്പിക്കുന്നു. ഇതൊരു സംസ്ഥാനത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തിന്റെ അളവാണ്. 2022-23 GSDP അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മധ്യപ്രദേശ് എന്നിവയാണ് ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായ 10 സംസ്ഥാനങ്ങൾ. സംസ്ഥാനങ്ങളുടെ ഈ ലിസ്റ്റ് സൂചിപ്പിക്കുന്നത് ഇവിടങ്ങളിലെ സാമ്പത്തിക വലുപ്പവും ശക്തിയും അടിസ്ഥാന സൗകര്യ വികസനവും വ്യവസായവൽക്കരണവും ഒപ്പം താരതമ്യേന ഉയർന്ന ജീവിത നിലവാരവുമാണ്. റാഫേൽ ചുഴലിക്കാറ്റ് വിതച്ച നാശത്തിന് പിന്നാലെ ക്യൂബയിൽ തുടർച്ചയായ 2 ഭൂചലനങ്ങൾ. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത് കിഴക്കൻ ക്യൂബയിലാണ്. ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായെങ്കിലും ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാറ്റഗറി 3 വിഭാഗത്തിൽപ്പെട്ട റാഫേൽ ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയതോടെ ക്യൂബയിൽ കഴിഞ്ഞയാഴ്ച വെള്ളപ്പൊക്കമുണ്ടായി. 100 കണക്കിന് വീടുകൾ തകർന്നു. സാമ്പത്തിക പ്രതിസന്ധിയും വൈദ്യുത പ്രതിസന്ധിയും രൂക്ഷമായി വലയ്ക്കുന്നതിനിടയിലാണ് ഇരുട്ടടിയായി ചുഴലിക്കാറ്റെത്തിയത്. 50,000-ഓളം പേരാണ് ഹവാനയിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത്.
മണിക്കൂറിൽ 345 കിലോമീറ്റർ വേഗതയിലാണ് റാഫേൽ ക്യൂബയിൽ ആഞ്ഞടിച്ചത്. ഇതിനെ തുടർന്ന് സാന്റിയാഗോ ഡി ക്യൂബ, ഹോൾഗുയിൻ, ഗ്വാണ്ടാനാമോ തുടങ്ങിയ വലിയ നഗരങ്ങളിൽ ഉൾപ്പെടെ ക്യൂബയുടെ കിഴക്കൻ ഭാഗത്ത് ഭൂചലനം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ വിലക്ക് ഏർപ്പെടുത്തി ഓസ്ട്രേലിയ. കുട്ടികളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയാണ് തന്റെ സർക്കാർ ഈ പുതിയ നിയമം കൊണ്ടുവന്നതെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടുന്നത് ഭാവിയിൽ ഗുരുതരമായ പല പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നാൽ ഇതാദ്യമായാണ് ഒരു രാജ്യം ഇക്കാര്യത്തിൽ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. ലോകമെമ്പാടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അമിതമായ ഉപയോഗം കാരണം കുട്ടികൾ നിരവധി നെഗറ്റീവ് വശങ്ങൾ അഭിമുഖീകരിക്കുന്നു. കഴിഞ്ഞ വർഷം 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിലക്കാൻ ഫ്രാൻസ് നിർദ്ദേശിച്ചിരുന്നു. ഉപയോക്താക്കൾക്ക് അവരുടെ മാതാപിതാക്കളോടൊപ്പമോ രക്ഷകർത്താ നിയന്ത്രണങ്ങൾ ഉപയോഗിച്ച് ഈ നിരോധനം ഒഴിവാക്കാനാകും. എന്നാൽ US 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് രക്ഷകർത്താ സമ്മതം നേടണമെന്ന് വളരെ കാലമായി ആവശ്യപ്പെടുന്നു. അതിനാൽ അവിടെ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ പ്രായത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി വാർത്തകളിലേക്ക്. ലോകത്തെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ് വിക്ഷേപിച്ച് ജപ്പാൻ. പതിവ് ലോഹപാളി മാറ്റി പ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേര് ലിഗ്നോസാറ്റ് എന്നാണ്. കൂടുതൽ റിപ്പോർട്ടുമായി നിധിയ നമ്മളോടൊപ്പം ചേരുന്നു. നിധിയ. ഹലോ ശ്രീ. പരിസ്ഥിതി സംരക്ഷണം ബഹിരാകാശ നിലയം വരെയും എത്തിയോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പാർപ്പിട നിർമ്മാതാക്കളായ സുമിറ്റോമോ ഫോറസ്ട്രിയുമായി ചേർന്ന് ക്യോട്ടോ സർവകലാശാലയിലെ ഗവേഷകരാണ് ലിഗ്നോസാറ്റ് എന്ന ലോകത്തെ ആദ്യത്തെ വുഡൻ സാറ്റലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള സ്പേസ് എക്സിന്റെ ദൗത്യത്തിനൊപ്പമാണ് ലിഗ്നോസാറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത്. ക്യോട്ടോ സർവകലാശാലയിലെ പ്രൊഫസറായ കോജി മുറാത്ത അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ഭൂമിയിലേക്കാൾ കൂടുതൽ മരക്കഷ്ണങ്ങൾക്ക് ബഹിരാകാശത്ത് ആയുസ് ഉണ്ടാകും. ബഹിരാകാശത്ത് വെള്ളവും ഓക്സിജനും ഇല്ലാത്തതിനാൽ അഴുകാത്തതും കത്താത്തതുമാണ് ഇതിന് കാരണമെന്ന്. മരം കൊണ്ടുള്ള കൃത്രിമ ഉപകരണങ്ങൾ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാനും സഹായിക്കും എന്നുള്ളത് വളരെ മികച്ച ഒരു നടപടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജപ്പാൻ തൻ്റെ ആദ്യ ചുവട് എടുത്തു വെച്ചു. മറ്റ് രാജ്യങ്ങൾക്കും ഇതൊരു പ്രചോദനമായി തീരും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യക്കും ഇതൊരു പ്രചോദനമായി തീരട്ടെ. ഗഗൻയാൻ മിഷനോടൊപ്പം നമ്മളും പാരിസ്ഥിതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന അനുഭവത്തിലോട്ട് എത്തിച്ചേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിവിധ ഭാഷകളിൽ ചാറ്റ്ബോട്ടിന്റെ സേവനം ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഷണിയുമായി ചേർന്ന് ഫെഡറൽ ബാങ്ക്. പ്രാദേശിക ഭാഷകളിൽ ബാങ്കിംഗ് സേവനം പ്രോത്സാഹിപ്പിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്നൊവേഷൻ ഹബ് തുടക്കമിട്ട പ്രാദേശിക ഭാഷാ സംരംഭത്തിന്റെ ഫലമായാണ് ഈ പങ്കാളിത്തമെന്ന് ഫെഡറൽ ബാങ്ക് അറിയിച്ചു. മുൻനിര സ്വകാര്യ ബാങ്കായ ഫെഡറൽ ബാങ്കിന്റെ വെർച്വൽ അസിസ്റ്റന്റായ ഫെഡിയുടെ സേവനം വിവിധ ഭാഷകളിൽ ലഭിക്കുന്നതിന് AI അധിഷ്ഠിത ഭാഷാ വിവർത്തന സംവിധാനമായ ഭാഷണിയും ഫെഡറൽ ബാങ്കും തമ്മിൽ ധാരണയിലെത്തി. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി 2022 ഇന്റർനെറ്റ് സേവനം വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് ലഭ്യമാക്കാൻ AI സഹായത്തോടെ ഭാഷണി പ്രൊജക്ട് ആരംഭിക്കുന്നത്. ഇതോടെ ഇംഗ്ലീഷിന് പുറമെ മലയാളം, ഹിന്ദി, ബംഗാളി, തമിഴ്, തെലുങ്ക്, മറാഠി, ഗുജറാത്തി, കന്നഡ, ഒഡിയ, ആസാമീസ്, പഞ്ചാബി, ഉറുദു, മണിപ്പൂരി, ബോഡോ എന്നീ 14 ഭാഷകളിൽ ഫെഡിയുടെ സേവനം ലഭിക്കും. സ്പോർട്സ് വാർത്തകളിലേക്ക്. 3-ാം വയസ്സിൽ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ റാങ്ക് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് കളിക്കാരനായി ഇന്ത്യക്കാരൻ കൂടിയായ അനീഷ് സർക്കാർ. അണ്ടർ 13 സംസ്ഥാന ഇവന്റിൽ അനീഷ് സർക്കാർ 5 സ്റ്റാർ റേറ്റഡ് കളിക്കാരെ നേരിട്ടിരുന്നു. ചെസ് ഫെഡറേഷൻ പുറത്തിറക്കിയ ഔദ്യോഗിക റാങ്കിങ്ങിൽ ഇടം നേടുന്നതിന് ഇത് കാരണമാവുകയും ചെയ്തു. എറുഗൈസി, ആർ പ്രജ്ഞാനന്ദ, ഡി ഗുഗേഷ് തുടങ്ങിയ യുവപ്രതിഭകൾ രാജ്യാന്തര തലത്തിൽ തിളങ്ങി നിൽക്കുന്ന ചെസ്സിൽ ഇന്ത്യ ആവേശകരമായ ഒരു യുഗത്തിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് അനീഷിന്റെ ഉദയം. പശ്ചിമബംഗാൾ സംസ്ഥാന അണ്ടർ 13 ഓപ്പണിൽ അനീഷ് തന്നേക്കാൾ മുതിർന്ന 5 റേറ്റഡ് കളിക്കാരെ നേരിടുകയും അത് അദ്ദേഹത്തിന് 1555 എന്ന പ്രാരംഭ ഫിഡെ റേറ്റിംഗ് നേടിക്കൊടുക്കുകയും ചെയ്തു. ഈ ആഴ്ചയിലെ ന്യൂസ് അവർ അവസാനിക്കുന്നതിന് മുൻപായി ഒരു കൗതുക വാർത്ത കൂടി. കോളിൻസ് ഡിക്ഷണറി ബ്രാറ്റ് എന്ന വാക്കിനെ വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഗായിക ചാർലി XCX അടുത്തിടെ പുറത്തിറങ്ങിയ തന്റെ പുതിയ ആൽബത്തിലൂടെ ബ്രാറ്റ് എന്ന വാക്കിനെ പുനർനിർവചിക്കുകയും ജനപ്രിയമാക്കുകയും ചെയ്തിരുന്നു. മോശമായി പെരുമാറുന്ന കുട്ടിയെ വിവരിക്കാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ബ്രാറ്റ് എന്ന വാക്കിന് ഇപ്പോൾ കോളിൻസ് ഡിക്ഷണറിയിൽ ആത്മവിശ്വാസവും സ്വതന്ത്രവും സുഖഭോഗവുമായ മനോഭാവം എന്ന അർത്ഥമാണ് ഉള്ളത്. ജൂലൈയിൽ ചാർലി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമല ഇസ് ബ്രാറ്റ് എന്ന് ട്വീറ്റ് ചെയ്തിരുന്നു.
കമല ഹാരിസിന്റെ അനുയായികൾ ഈ പദം സ്വീകരിച്ച് US രാഷ്ട്രീയത്തിലേക്ക് ചാർലിയുടെ സ്വാധീനം വ്യാപിപ്പിച്ചിരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ലീഡ് ഐഎഎസ് ജൂനിയർ ന്യൂസ് അവർ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.